ജർമ്മനിയിലെ കൊളോൺ നഗരത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് കമ്മാൻസി 2026 ജർമ്മനിക്കും യൂറോപ്പിനും ആത്മീയ നവീകരണത്തിന്റെ പുതുവസന്തമാണ് പകർന്നത്. ദിവ്യകാരുണ്യ കോൺഗ്രസിൽ സംബന്ധിച്ച യുവജനങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അത് ജർമ്മനിക്കും യൂറോപ്പിനും പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ദിവ്യബലി, ആരാധന, വചനപ്രഘോഷണങ്ങൾ, കൂട്ടായ്മ എന്നിവയിൽ യുവാക്കൾ കാണിച്ച തീക്ഷ്ണത ആത്മീയതയോടുള്ള അവരുടെ ദാഹവും കത്തോലിക്ക വിശ്വാസത്തോടുള്ള പുതുക്കപ്പെട്ട പ്രതിബദ്ധതയും വെളിപ്പെടുത്തുന്നതായിരുന്നു. കൊളോൺ ആർച്ച് ബിഷപ്പ് കർദിനാൾ റൈനർ മരിയ വോൾക്കി നേതൃത്വം നൽകിയ കോൺഗ്രസിൽ നിരവധി മെത്രാന്മാരും വൈദികരും മിഷണറിമാരും സമർപ്പിതരും പങ്കെടുത്തു. ജർമ്മനിയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നുമായി 2000-ലധികം വിശ്വാസികൾ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ സംബന്ധിച്ചു. പങ്കെടുത്തവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. ജർമ്മനിയിലും യൂറോപ്പിലും ലോകമെമ്പാടും പ്രത്യാശയുടെ മഹത്തായ ഒരു വസന്തകാലം ഉദിക്കും എന്നായിരുന്നു 2005-ൽ കൊളോണിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ ബെനഡിക്ട് 16 പാപ്പ പറഞ്ഞത്. ഈ സമ്മേളനത്തിലൂടെ രൂപപ്പെട്ട ആത്മീയ ഉണർവ് പ്രവാചക ശബ്ദം പോലെ അന്ന് മുഴങ്ങിയ വാക്കുകൾക്ക് അടിവരയിടുന്നതായി മാറി. യൂറോപ്പിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാവിയെക്കുറിച്ച് പലരും ആശങ്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ജർമ്മനിയിലെയും യൂറോപ്പിലെയും സഭയ്ക്ക് കൊളോൺ ദിവ്യകാരുണ്യ കോൺഗ്രസ് പുത്തൻ ആത്മീയ ഉണർവ് സമ്മാനിച്ചിരിക്കുകയാണ്. യുവജന പങ്കാളിത്തത്തിൽ ഉണ്ടായ വർധനവ് ആത്മീയ നവോത്ഥാനത്തിന്റെയും ക്രിസ്തുവിലേക്കുള്ള തിരിച്ചുവരവിന്റെയും സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്.